കഴിഞ്ഞ തവണ ഈ പാട്ടൊക്കെ പാടി ഈ ഓളമൊക്കെ വന്നപ്പോൾ ജയിച്ചു പോയത്. ഇപ്പോൾ ഒരു ഇലക്ഷൻ നടന്നാൽ ഇതാണ് സാധ്യത. അടുത്ത പ്ലെയിൻ കയറിയിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ അല്ല ഇവിടെ വരും. മോഡിക്കെതിരെ രണ്ടെണ്ണം പറയും. ഇതുപോലെ CPM വിരുദ്ധത കൊണ്ട് ഇനി ജയിച്ചു കയറാമെന്ന് വിചാരിക്കരുത്. കാരണം BJP വല്ലാതെ കടന്നു കയറി. ആ 11 മണ്ഡലങ്ങളിൽ ഇടതുപക്ഷം ജയിച്ചതിൽ 3 മന്ത്രിമാർ കോൺഗ്രസിനകത്തുള്ള കടൽക്കിഴവന്മാരൊക്കെ പണി നിർത്തി വീട്ടിൽ പോയില്ല. അതുകൊണ്ട് സുരേന്ദ്രനും ഇങ്ങനെ നെഞ്ചുവിരിക്കേണ്ട കാര്യമൊന്നും ഇതിനകത്തില്ല. തിരുവനന്തപുരം മണ്ഡലത്തിലെ മത്സ്യത്തൊഴിലാളികൾ ശശി തരൂരിനല്ല വോട്ട് കൊടുത്തത്. ശശി തരൂർ രാഹുൽ ഗാന്ധിക്ക് കൊടുത്ത വോട്ടാണ്. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികളും പക്ഷെ കാശ് കൊണ്ടൊന്നും തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ കഴിയില്ല എന്ന് ഈ പ്രഭാവവും വളരെ പ്രധാനമായിരുന്നു ഷാഫി പറമ്പിൽ. ഈ ഇലക്ഷന് UDFന് പ്രതീക്ഷിക്കാത്തൊരു വിജയമാണ് ലഭിച്ചത്. പക്ഷെ ആലത്തൂര് സിറ്റിംഗ് MP ആയ രമ്യ ഹരിദാസിന് എന്താണ് സംഭവിച്ചത്? UDF വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു മണ്ഡലം കൂടിയാണ് ആലത്തൂർ. അല്ല ശ്യാം, ഇതിനകത്ത് ഞാൻ ഈ രമ്യയുടെ കാര്യം മാത്രമല്ല പറയാനുള്ളത്. എനിക്ക് കോൺഗ്രസിനെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ കോൺഗ്രസ്സുകാർ വലിയ തുള്ളിച്ചാട്ടം നടത്തുന്നതിൽ വലിയ കാര്യമൊന്നുമില്ലെന്ന് എനിക്ക് എൻ്റെ അഭിപ്രായം. കാരണം പിണറായി വിജയൻ ഇത്രയും ജനവിരുദ്ധനായതുകൊണ്ടാണ് ഈ കോൺഗ്രസ്സുകാരന് ഇത്രയും വോട്ട് ഇവിടെ കിട്ടിയത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞ ഒരുത്തൻ എവിടെയെങ്കിലും ഒരു രാഷ്ട്രീയ സമരത്തിൽ അയാളെ നമ്മൾ കണ്ടിട്ടുണ്ടോ? പിണറായി വിജയനെതിരെ എന്തെങ്കിലും ഒരു പ്രസ്താവന അയാളെ ഇറക്കി നമ്മൾ കണ്ടിട്ടുണ്ടോ? മോദിക്കെതിരെ പോലും അയാൾ എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ടോ? അയാളും ജയിച്ചു വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ പിണറായി വിരുദ്ധ വികാരം എത്ര ശക്തമാണെന്ന് നമ്മൾ ഓർത്തു നോക്കൂ. ഒന്നും ചെയ്യാതിരുന്നവര് ഈ മണ്ണും ചാരി എന്ന് പറഞ്ഞ പോലെ പോയി. എറണാകുളത്തൊരുത്തനുണ്ട്, അവന്റെ പേരാണ് ഹൈബി ഈഡ്. ഒരു അമിൽ ബോയ് അല്ലെങ്കിൽ ചോക്ലേറ്റ് ബോയ്, അയാൾക്ക് 2.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം. അയാൾ എന്ത് ചുക്കും ചുണ്ണാമ്പും ചെയ്തിട്ടാണ്, എന്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടാണ്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ നമ്മളിപ്പോ തിരുവനന്തപുരത്ത് ശശി തരൂർ തന്നെ എന്ത് രാഷ്ട്രീയ പ്രവർത്തനമാണ് അയാൾ ഇവിടെ നടത്തുന്നത്? അയാൾ ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത പ്ലെയിൻ കയറിയിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ അയാൾ ഇവിടെ വരും. മോഡിക്കെതിരെ 2 പറയും, ജയിക്കും, അയാൾ വീണ്ടും പോകും. ഇന്നിപ്പോ ശശി തരൂർ ഇവിടെ ജയിച്ചിട്ടുണ്ട്. ഇനി 2029 അയാളെ ഇവിടെ നോക്കിയാൽ മതി. എന്ത് വികസന പ്രവർത്തനം, അയാൾക്ക് എന്ത് ജനബന്ധമാണ് ഇവിടെ ഉള്ളത്? അപ്പോ ഈ പിണറായി വിജയന്റെ ജനവിരുദ്ധത കൊണ്ട് മാത്രമാണ് കോൺഗ്രസ്സുകാർ ഇവിടെ ജയിച്ചു പോകുന്നത്. പക്ഷെ കോൺഗ്രസ്സുകാർ ഒരു കാര്യം ഇനി മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇതുപോലെ CPM വിരുദ്ധത കൊണ്ട് ഇനി ജയിച്ചു കയറാമെന്ന് വിചാരിക്കരുത്. കാരണം BJP വല്ലാതെ കടന്നു കയറിയിരിക്കുന്നു. അതുകൊണ്ട് ഇത് ഇടതുപക്ഷത്തിന് മാത്രമല്ല, കോൺഗ്രസ്സുകാരനും ഇതൊരു സന്ദേശമായി കാണണം. 4 മണ്ഡലങ്ങളിൽ അവർ കയറിയിരിക്കുന്ന 10-30 MLA-മാർ. ഇപ്പൊ ഞാനിപ്പം കണക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത് 11 സ്ഥലത്ത് 1-ാം സ്ഥാനമാണ് BJPക്ക് എന്നാണ്. 11 മണ്ഡലങ്ങളിൽ. ആ 11 മണ്ഡലങ്ങളിലും ഇടതുപക്ഷമാണ് ജയിച്ചിട്ടുള്ളത്. ആ 11 മണ്ഡലങ്ങളിൽ ഇടതുപക്ഷം ജയിച്ചതിൽ 3 മന്ത്രിമാരുണ്ട്. K. രാജനുണ്ട്, K. ബിന്ദു ഉണ്ട്, V. ശിവൻകുട്ടിയുണ്ട്. 3 CPM ആണ്. മനസ്സിലായി കയറുന്നത്. തൃശ്ശൂരിൽ UDFന്റെ വോട്ടാണ് BJP കൊണ്ടുപോയത്. അതുകൊണ്ട് കോൺഗ്രസ്സുകാരൻ ഇനി ഒരു സമര സംഘടനയായി മാറിയില്ലെങ്കിൽ, കോൺഗ്രസിനകത്തുള്ള കടൽക്കിഴവന്മാരൊക്കെ പണി നിർത്തി വീട്ടിൽ പോയില്ലെങ്കിൽ, 10, 75, 80 വയസ്സുള്ള വർത്താനം പോലും പറയാൻ പറ്റാത്ത, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, ഇവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളായതുകൊണ്ട് എനിക്ക് പേര് പറയാൻ കഴിയില്ല, പക്ഷേ കാൽക്കാശിന് കൊള്ളാത്തവരാണെന്നുള്ളത് ആർക്കാണ് അറിയാൻ പാടുള്ളത്. അതുകൊണ്ട് അവരൊരു സമര സംഘടനയായി മാറി അടിമുടി ഒരു പുനഃസംഘടന അവർ നടത്തിയില്ലെങ്കിൽ ഒരു സംശയവും വേണ്ട, BJP അടുത്ത തെരഞ്ഞെടുപ്പിൽ നിർണായക ശക്തിയാവും. നിയമസഭയിലും നിർണായക ശക്തിയാവും. പക്ഷെ BJP-ക്കാരന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, BJP-ക്കാരന് ഇപ്പോൾ വലിയ തോതിൽ ഇങ്ങനെ ഞെളിഞ്ഞിരുന്നുകൊണ്ട് K. സുരേന്ദ്രനൊക്കെ അങ്ങനെ ചെയ്യാൻ എന്താ അവകാശം? K. സുരേന്ദ്രൻ എന്ത് പ്രവർത്തനമാണ് ഇവിടെ 5 വർഷക്കാലം നടത്തിയത്? BJP എന്ത് പ്രവർത്തനമാണ് പിണറായി സർക്കാരിനെതിരെ നടത്തിയത്? BJP-ക്കാരൻ എന്ത് പ്രവർത്തനമാണ് പിണറായി രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലേ BJP-ക്കാരനെ സംബന്ധിച്ചിട്ടുള്ളത്? ഇവിടെ ശരിക്കും എല്ലാ പാർട്ടികളും നന്ദി പറയേണ്ടത് പിണറായി വിജയനോടാണ്. UDF ജയിച്ചതിന് പിണറായി വിജയനോട് നന്ദി പറയാം. BJP ജയിച്ചതിനും പിണറായി വിജയനോടാണ് നന്ദി പറയേണ്ടത്. അപ്പൊ പിണറായി വിജയൻ ഈ ജനവിരുദ്ധ നയം നടപ്പിലാക്കില്ലായിരുന്നു, ഒരു 10 സീറ്റും കൊണ്ട് പിണറായി വിജയൻ പോയാനെ. BJP-യോട് ഒരു ചുക്കും കിട്ടത്തില്ലായിരുന്നു. BJP-ക്കാരന് ഇപ്പോൾ വലിയ ഞെളിയ BJP-ക്കാരനൊന്നും ഞെളിയാനൊന്നുമില്ല. ഈ വന്ന വോട്ട് നാളെ കോൺഗ്രസ് നന്നായാൽ അതുപോലെ തന്നെ അങ്ങ് പോകും. ഇത് CPM-കാരൻ പിണറായിക്കെതിരായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു കലിപ്പാണിത്, കലിപ്പ് തീർത്തിരിക്കുകയാണ്. അല്ലാതെ ജനവിരുദ്ധ സമരങ്ങൾ നടത്തി ജനങ്ങളെ സംഘടിപ്പിച്ച് ഉണ്ടാക്കിക്കൊണ്ടുവന്ന വോട്ടൊന്നും അല്ല ഈ BJP-ക്കാരൻ്റെ. അതുകൊണ്ട് സുരേന്ദ്രനും ഇങ്ങനെ നെഞ്ചുവിരിക്കേണ്ട കാര്യമൊന്നും ഇതിനകത്തില്ല. അതുകൊണ്ട് ഇവിടെ UDF-നെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ഒരു പാഠമാണ്. CPM രക്ഷപ്പെടില്ല എന്നുള്ളത് അവരുടെ പ്രതികരണം കൊണ്ട് നമ്മൾ മനസ്സിലാക്കി. UDF-കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ രക്ഷപ്പെടണമെങ്കിൽ, അവൻ അടിമുടി മാറിയില്ലെങ്കിൽ ഇതും കൊണ്ട് BJP 26-നും പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് കണക്കുകൾ കൃത്യമായി പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ഇല്ല, ഈ തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ? തിരുവനന്തപുരത്ത് അടിസ്ഥാനപരമായി BJP-ക്ക് വലിയ മുൻതൂക്കമുള്ളൊരു ഒരു മണ്ഡലമാണ്. പക്ഷേ ഈ മണ്ഡലത്തിലെ ചില മേഖലകളുണ്ട്. ആ മേഖലകളിൽ നിന്നൊന്നും ഈ BJP-ക്ക് ഒന്നും കിട്ടില്ല. അതായത് ഈ നാടാരുടെ മേഖല, മത്സ്യത്തൊഴിലാളികളുടെ മേഖല, മനസ്സിലായോ? ഇപ്പൊ തന്നെ എന്താ സംഭവിച്ചത്? 23-24 വോട്ടിന് പുറകെ പോയതാണ് ശശി തരൂർ. എന്നിട്ടും ശശി തരൂർ 10,000 വോട്ട് ജയിച്ചു. എങ്ങനെ ജയിച്ചു? മത്സ്യത്തൊഴിലാളികൾ കൊടുത്തതാണ് വോട്ട്. പക്ഷെ മത്സ്യത്തൊഴിലാളികൾ കൊടുത്തതാണ് വോട്ടെന്നുള്ളത് ഈ ശശി തരൂർ എന്ന് പറഞ്ഞ ആൾ മനസ്സിലാക്കേണ്ട
അതിൽ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ശശി തരൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണക്കാരന് വേണ്ടിയിട്ട് മാത്രം വാതുറക്കുന്ന ഒരുത്തനാണ് ശശി തരൂർ. പിണറായി വിജയനെയും പരമാവധി പലതവണ അയാൾ പിന്തുണച്ചിട്ടുള്ളതാണ്. അദാനിയുമായി ബന്ധപ്പെട്ട് വെടിവെപ്പുണ്ടായി മത്സ്യത്തൊഴിലാളികൾ പ്രതിരോധത്തിൽ നിന്ന സമയത്ത് പോലും മത്സ്യത്തൊഴിലാളിയെ ന്യായീകരിക്കാതിരുന്ന ആളാണ് ശശി തരൂർ. അന്നും അദാനിക്ക് വേണ്ടിയിട്ടാണ് ശശി തരൂർ നിന്നിട്ടുള്ളത്. ആ മത്സ്യത്തൊഴിലാളിയാണ് ശശി തരൂരിന് വോട്ട് ചെയ്തതെന്നാണ് ശശി തരൂർ വിചാരിക്കുന്നത്. പക്ഷെ അല്ല, അവർ കൈപ്പത്തിക്കാണ് വോട്ട് ചെയ്തത്. എന്താണ്? രാഹുൽ ഗാന്ധി അദാനി വിരുദ്ധനാണ്. തിരുവനന്തപുരം മണ്ഡലത്തിലെ മത്സ്യത്തൊഴിലാളികൾ ശശി തരൂരിനല്ല വോട്ട് കൊടുത്തത്. ശശി തരൂരിനെ അവർക്ക് ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ രാഹുൽ ഗാന്ധി അദാനി വിരുദ്ധനായതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് കൊടുത്ത വോട്ടാണ്. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികളും ഈ പറഞ്ഞതുപോലെ എന്താണ് നാടാന്മാരും അതോടൊപ്പം തന്നെ CPM അണികൾ വലിയ വിഭാഗം ശശി തരൂരാണ് വോട്ട് ചെയ്തത്. കാരണം CPM സ്ഥാനാർത്ഥി പരമ ദുർബലനായിരുന്നു, നനഞ്ഞ പടക്കമായിരുന്നു. അവർ രാഷ്ട്രീയം നിർത്തുക പോലും ചെയ്ത 78 വയസ്സുകാരനാണ് ഇയാള് എന്താണ് അയാളുടെ പേര്, പന്ന്യൻ രവീന്ദ്രനൊക്കെ ഏതെങ്കിലും CPM കാരന് വോട്ട് ചെയ്യാൻ തോന്നുന്നു. മനസ്സിലായി? അപ്പം ഇടതുപക്ഷത്തിന്റെ വലിയ വോട്ട് ശശി തരൂരിന് കിട്ടിയിട്ടുണ്ട്, നാടാർമാരുടെ വലിയ വോട്ട് ശശി തരൂരിന് കിട്ടിയിട്ടുണ്ട്, മത്സ്യത്തൊഴിലാളികളുടെ മൊത്തം വോട്ട് ശശി തരൂരിന് കിട്ടിയിട്ടുണ്ട്, മുസ്ലിങ്ങളുടെ മുഴുവൻ വോട്ടും ശശി തരൂരിന് കിട്ടിയിട്ടുണ്ട്. ഈ വോട്ട് ബാങ്ക് ശശി തരൂർ അല്ല, ഈ വോട്ട് ബാങ്ക് UDF നിലനിർത്തുന്നിടത്തോളം കാലം ഇനി ഏത് ദൈവം തമ്പുരാൻ വന്നു കഴിഞ്ഞാൽ പോലും, കാരണം എന്താണ്, കോടിക്കണക്കിന് രൂപ ഇത്തവണ രാജീവ് ചന്ദ്രശേഖർ മുടക്കിയതാണ്. പക്ഷെ കാശ് കൊണ്ടൊന്നും തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ കഴിയില്ല എന്ന് ഈ പണക്കാരായിട്ടുള്ള ഇവർ മനസ്സിലാക്കണം. ഈ വോട്ട് ബാങ്ക് ഇങ്ങനെ നിലനിർത്തോളം കാലം ഏത് ഘട്ടത്തിൽ ആണെങ്കിലും UDF സ്ഥാനാർത്ഥി എന്നാൽ UDF സ്ഥാനാർത്ഥിക്കായിരിക്കും തിരുവനന്തപുരത്ത് വിജയ സാധ്യത എന്നുള്ളത് വളരെ വ്യക്തമാണ്. അവിടെ ഇപ്പം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒല്ലൂരിൽ CPM ആണ്, BJP ആണ് ഒന്നാം സ്ഥാനത്ത് വന്നത്. ഇരഞ്ഞാലക്കുടയിലും BJP ആണ് ഒന്നാം സ്ഥാനത്ത് വന്നത്. ഈ രണ്ട് മണ്ഡലങ്ങളിലും മന്ത്രിമാരാണ് ഉള്ളത്. കെ രാജൻ എന്ന് പറഞ്ഞ CPIയുടെ മന്ത്രിയാണ് ഒല്ലൂരുള്ളത്. അവിടെ സുസംഘടിതമായിട്ടുള്ള പാർട്ടിയാണ് CPMനുള്ളത്. ഇരഞ്ഞാലക്കുടയിൽ ബിന്ദു എന്ന് പറഞ്ഞ CPMന്റെ മന്ത്രിയാണുള്ളത്. ഈ രണ്ട് മണ്ഡലങ്ങളിലും എങ്ങനെയാണ് BJP ഒന്നാം സ്ഥാനത്ത് വന്നതും CPM താഴോട്ട് പോയത്? അപ്പോൾ സ്വാഭാവികമായും അവിടെ അന്തർധാര ഉണ്ടായിരുന്നുള്ളത് വളരെ വ്യക്തമല്ലേ? അത് വളരെ വ്യക്തമല്ലേ? പക്ഷേ അയാൾ ജയിക്കാൻ വേറെ ഘടകങ്ങളുണ്ടായിരുന്നു. അവിടുത്തെ ഹിന്ദുക്കളുടെ ഒരു വിഭാഗം, അവിടുത്തെ ക്രിസ്ത്യാനികളുടെ നല്ലൊരു വിഭാഗം, അവരൊക്കെ തന്നെ അയാൾക്ക് വോട്ട് ചെയ്തുകൊണ്ട് ആണ് അയാൾ ജയിച്ചെങ്കിൽ പോലും ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളുടെ വോട്ട്, അതുപോലെ തന്നെ അവിടുത്തെ കച്ചവട സമൂഹത്തിന് ഉള്ള വോട്ട്, പിന്നെ ഇയാൾ മന്ത്രിയാവാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും CPMന്റെ അന്തർധാര ഉണ്ടായിരുന്നുള്ളത് ഈ ഒല്ലൂർ, ഇരിഞ്ഞാലക്കുട മണ്ഡലങ്ങളിൽ BJP ഒന്നാം സ്ഥാനം നേടിയതിൽ നിന്ന് പ്രകടമല്ലേ? ശൈലജ ടീച്ചർ 1 ലക്ഷം വോട്ടിന് തോക്കുമെന്നുള്ളതായിരുന്നു അവിടെ സംശയം. ഷാഫി പറമ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള വലിയൊരു മാറ്റമുണ്ട്. അല്ല, അതാ ഞാൻ പറഞ്ഞ, അവരും പക്ഷെ അവസാനം ഇലക്ഷനൊക്കെ അടുത്ത ദിവസങ്ങളായപ്പോഴത്തേക്കും നിലനിൽക്കില്ല എന്നുള്ളത് കണ്ടു. അവിടെ വലിയ ഓളമാണ് അയാൾ ഉണ്ടാക്കിയത്. അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ മുഴുവൻ അയാളുടെ ഒപ്പം നിന്നു. അതോടൊപ്പം തന്നെ ഹിന്ദു വോട്ടുകളിൽ തന്നെ വലിയൊരു ശതമാനം ഒരു മതേതര സ്വഭാവം വെച്ചുകൊണ്ട് അയാളിലേക്ക് വന്നു. മനസ്സിലായോ? CPMകാർക്കുള്ള അതൃപ്തി അവിടെയും പ്രകടിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായി? ഇപ്പൊ തെരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടും അയാൾ നന്ദി പ്രകടനത്തിൽ വന്നപ്പോഴത്തേക്കൊക്കെ തന്നെ കൂടിയ ആളുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ പ്രകടമാണ്. അതുപോലെ തന്നെ കോൺഗ്രസ് എന്ന് പറഞ്ഞ സംഘടനാ സംവിധാനം ദുർബലമായിരുന്നെങ്കിലും ഇലക്ഷൻ സമയത്ത് ഇയാൾക്കൊപ്പം അടിയുറച്ചു നിൽക്കുകയായിരുന്നു. പക്ഷേ വ്യക്തിപ്രഭാവവും വളരെ പ്രധാനമായിരുന്നു ഷാഫി പറമ്പിലിനും. അപ്പൊ ഇതെല്ലാം പരസ്പര പൂരകമായി അവിടെ പ്രവർത്തിക്കുകയാണ് ചെയ്തത്. അല്ല, അതൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം. പക്ഷേ കോൺഗ്രസ് നിർത്തിയ ഏറ്റവും ദുർബല സ്ഥാനാർത്ഥിയായിരുന്നു രമ്യ ഹരിദാസ്. ഏറ്റവും ദുർബല സ്ഥാനാർത്ഥിയായിരുന്നു. കഴിഞ്ഞ തവണ ഈ പാട്ടൊക്കെ പാടി ഈ ഓളമൊക്കെ വന്നപ്പോൾ ജയിച്ചു പോയത് മണ്ഡലമായിരുന്നു. എന്ന് മാത്രമല്ല, CPMന്റെ ഭാഗത്ത് നിന്ന് CPMന്റെ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിച്ചത്, കെ രാധാകൃഷ്ണൻ. അപ്പോൾ ഒരു വശത്തെ ഏറ്റവും നിലവാരം കുറഞ്ഞൊരു സ്ഥാനാർത്ഥിയും ഒരു വശത്തെ ഏറ്റവും നിലവാരമുള്ള ഒരു സ്ഥാനാർത്ഥിയും കൂടെ വന്നപ്പോൾ ഉണ്ടായ ഒരു വ്യത്യാസമാണത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ നിയമസഭയിൽ ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഇലക്ഷൻ നോക്കുമ്പോൾ സാറ് കാണുന്നത് എങ്ങനെയാണ് സാധ്യത? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത് BJP ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യമാണ് നിലനിൽക്കുന്നതെങ്കിൽ BJP നിർണായക ശക്തിയായി മാറാനുള്ള എല്ലാ സാധ്യതയും. UDF ഒരു സമര സംഘടനയായി മാറുകയും ചെയ്താൽ UDF തിരിച്ചു വരാം. അതല്ലെങ്കിൽ യുവമാരോടുള്ള വിരോധം എല്ലാം കൂടി BJPക്ക് കൊണ്ട് തീർക്കുകയും BJP നിർണായക ശക്തിയാവുകയും ചെയ്യാനുള്ള സാധ്യതയാണ്. ഇപ്പോൾ ഒരു ഇലക്ഷൻ നടന്നാൽ ഇതാണ് സാധ്യത. പക്ഷേ ഈ 2.5 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇലക്ഷൻ നടക്കുമ്പോൾ എന്താണെന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, CPM എന്ന് പറയുന്ന സാധനത്തിനകത്തുനിന്നൊരു മാറ്റം നമ്മൾ ഇനി പ്രതീക്ഷിക്കും.